Hi guys, my name is Sajil Mohammed and welcome back to SIPA. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ACCA F3 സെക്കൻഡ് ചാപ്റ്ററാണ് ദി റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. വളരെ ഒരു ചെറിയ ചാപ്റ്ററാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ജനറൽ നോളജസ് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് ദി റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഓക്കെ, സോ എന്താണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്? ബേസിക്കലി റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയണം, എന്നിട്ട് എങ്ങനെയാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മളുടെ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ദി ആക്ട്, റെഗുലേഷൻസ് or bylaws, rules of professional conduct and policies of the association. സോ ഇതിനൊക്കെയാണ് നമ്മൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇത് നിങ്ങൾക്ക് എക്സാമിനബിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഒന്നുമല്ല. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. സോ ഇത് നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടറിനെ ഇത് ബാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ കമ്പനിയുടെ ഡയറക്ഷനും മാനേജ്മെൻറ്റും ഒക്കെ നമ്മളുടെ ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഇവർ തന്നെയാണ് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രകാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും. ഓക്കെ, സോ എങ്ങനെയാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മളുടെ കമ്പനീനെ ബാധിക്കുന്നത്? സോ നമുക്കറിയാം പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനും അപ്ലിക്കബിൾ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ നമ്മളുടെ കമ്പനി ഡയറക്റ്റ് ചെയ്യാനായിട്ടും ഇത് ബാധകമായിട്ട് വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയും. എന്തൊക്കെയാണ് ഡയറക്ടർഷിപ്പിന് വരുന്ന കൺട്രോൾസ്, അവരെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോർപ്പറേറ്റ് ഗവർണൻസിൽ നമുക്കൊന്നും പഠിക്കാനില്ല, കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് F3 നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ F3 ടോട്ടൽ നോക്കുന്നത്. പക്ഷേ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു കുഞ്ഞ് സെക്ഷൻ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് നമ്മുടെ IAS ആൻഡ് IFRS. നാഷണൽ സ്റ്റാൻഡേർഡിന് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ AS, അതേപോലെ US-ൻ്റെ ഗ്യാപ്പൊക്കെ നമുക്ക് ഇതിൽ പറയാം, നാഷണൽ സ്റ്റാൻഡേർഡ്സിൽ പറയാം. സോ രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക്കലി നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഓരോ നാഷണലിൽ ഓരോ കൾച്ചർ പ്രകാരമായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിന് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അസറ്റ് ഇങ്ങനെയാണ്, ലാബിലിറ്റി ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നാഷണൽ വൈസ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതേപോലെ ഇൻ്റർനാഷണൽ ദി ടോട്ടൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതാണ് നമ്മളുടെ IFRS and IAS. These standards was issued by International Accounting Standard Body IASB to outline and explain the concept underlying the preparation and presentation of financial statement for external users. Financial statement prepare ചെയ്യുന്നത് external usersനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കൺസെപ്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളത് വൈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, എന്തിനാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. വൈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്? സോ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ദി preparation of financial statement is necessary for number of reasons. So first reason എന്ന് പറയുന്നത് to ensure that need of users of financial statement are met with at least basic minimum information. So prime അല്ലെങ്കിൽ ഫസ്റ്റ് നെസസിറ്റി എന്ന് പറയുന്നത്, അതായത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വേണം എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് സേ an example, നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഇങ്ങനെ ആയിരിക്കണം, അതേപോലെ നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണാം.
സോ ഇങ്ങനെ സ്പെസിഫിക് റെഗുലേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ റെഗുലേഷൻസ് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ബേസിക് ഇൻഫർമേഷൻസ് എന്തായാലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കും അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് നെസസിറ്റി ആണ്. സോ സെക്കൻഡ് നെസസിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എൻഷുർ ദാറ്റ് ഓൾ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ റെലവൻറ്റ് എക്കണോമിക് അരീന ബോത്ത് കമ്പയറബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് റെഗുലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സോ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ വർഷത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഒരേപോലെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക അല്ലേ. സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് നോക്കുകയാണെങ്കിലും നമ്മൾ എന്തായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേപോലെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. സോ ഇറ്റ് വിൽ ബി കമ്പയറബിൾ ആൻഡ് ബോത്ത് കൺസിസ്റ്റൻറ്റ്. ഇപ്പോൾ 2 years ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ തേർഡ് പോയിന്റ് ടു ഇൻക്രീസ് യൂസേഴ്സ് കോൺഫിഡൻസ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്, വിച്ച് മീൻസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് ലോ റെഗുലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സിന് കോൺഫിഡൻ്റ് ആയിരിക്കും. അഫ്കോഴ്സ് അല്ലേ, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു നിയമം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. സോ അതുകൊണ്ട് നമ്മളുടെ യൂസേഴ്സ് കോൺഫിഡൻ്റ് ആയിരിക്കും അബൌട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ് അല്ലേ. ടു റെഗുലേറ്റ് ദി ബിഹേവിയർ ഓഫ് കമ്പനീസ് ആൻഡ് ഡയറക്ടേഴ്സ് ടുവേർഡ് ദർ ഇൻവെസ്റ്റേഴ്സ്. സോ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിലാണ്. കോർപ്പറേറ്റ് ഗവേണൻസ്, pardon me for my handwriting. So to regulate the behavior of companies and directors towards their investors. So നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടൊരു റെഗുലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ അങ്ങനെ കോർപ്പറേറ്റ് ഗവേണൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കമ്പനി ഡയറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എത്ര ടൈമിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ടാവണം എന്ന് പറയുന്ന ഒരുപാട് റെഗുലേഷൻസ് അവിടെ ഉണ്ടാവും അല്ലേ. ഡയറക്ടേഴ്സിനുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടാവും കമ്പനി എങ്ങനെ റൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ അതെന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനോട് നല്ല രീതിയിൽ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ, അല്ലെങ്കിൽ ടു റെഗുലേറ്റ് ദി ബിഹേവിയർ ഓഫ് കമ്പനീസ് ടുവേർഡ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ടുവേർഡ്സ് ദിയർ ഇൻവെസ്റ്റേഴ്സ് അല്ലേ. ഇൻവെസ്റ്റേഴ്സിനോടുള്ള ബിഹേവിയർ കുറച്ചുകൂടി നല്ലതായിട്ട് വരും. ദെൻ നമ്മൾ ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് മാത്രം ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് നമുക്ക് സഫീഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫോർ ലെറ്റ്സ് ആൻ എക്സാമ്പിൾ, നിങ്ങൾ ഇൻവെൻട്രി പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് വാല്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ബിഹേവിയർ ടുവേർഡ്സ് ഇൻവെസ്റ്റർ ഓർ ഓണേഴ്സ് എന്ന് പറയുന്നത് എത്രത്തോളം നല്ല രീതിയിൽ പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, സം അതർ ലീഗൽ ആൻഡ് മാർക്കറ്റ് ബേസ്ഡ് റെഗുലേഷൻസിൻ്റെ കൂടി ആവശ്യമുണ്ട്. അഫ്കോഴ്സ് മാർക്കറ്റ് ബേസ്ഡ് റെഗുലേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് പബ്ലിക് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സമയത്ത് ഒരുപാട് പബ്ലിക് ആയിരിക്കും നമ്മളുടെ ഓണേഴ്സ്, നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ പബ്ലിക്കിന് നമ്മളുടെ കമ്പനിയുടെ മുകളിൽ പ്രത്യേകിച്ച് ഇതെങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എന്നൊന്നും പറയാനുള്ള ഒരു പവറും കാര്യങ്ങളൊന്നും കമ്പനീസിൽ ഉണ്ടാവില്ല. സോ അതിന് എന്ത് വേണം, മാർക്കറ്റ് ബേസ്ഡ് റെഗുലേഷൻസ് വേണം. നിങ്ങളെങ്ങനെയാണ് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റെഗുലേഷൻസ് ബേസിക്സ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നാഷണൽ ബേസ്ഡ് റെഗുലേഷൻസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നാഷണൽ ബേസ്ഡ് റെഗുലേഷൻസ് നമ്മൾ ഇന്ത്യയിലത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് നാഷണൽ ബേസ്ഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ട് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഷെയർ മാർക്കറ്റ് സെബിയുടെ റൂൾസ് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് റൂൾസ് വരുന്നുണ്ട്. ഇതേപോലെ UK യിലും എന്തുണ്ട്, ഒരുപാട് റൂൾസ് ഉണ്ട്. നാഷണൽ റെഗുലേഷൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദി മെയിൻ ഐറ്റം ഓഫ് ലെജിസ്ലേഷൻ അഫക്റ്റിംഗ് ബിസിനസ് ഇൻ UK ഈസ് കമ്പനീസ് ആക്ട് 2006. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ലെജിസ്ലേഷൻ എങ്ങനെയാണ് നമ്മൾ കമ്പനീസ് ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ലെജിസ്ലേഷൻ വരുന്നത് കമ്പനീസ് ആക്ടിലാണ് നമ്മൾ പറയുന്നത്. സോ കമ്പനീസ് ആക്ട് നമ്മൾ പറയുന്നത് നമ്മൾ F3 നമ്മൾ കവർ ചെയ്യുന്നില്ല, നമ്മൾ F4 ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കമ്പനീസ് ആക്ടൊക്കെ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ഇന്ത്യയിലാണെങ്കിലും കമ്പനീസ് ആക്ട് ഉണ്ട്. 2013 ഇന്ത്യയിലത്തെ കമ്പനീസ് ആക്ട്. അത് ഇന്ത്യയിലത്തെ കമ്പനീസ് ആക്ടിൻ്റെ കാര്യം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വരുന്നത് 2006 ആണ്. ആൻഡ് ടിപ്പിക്കൽ റെഗുലേറ്ററി സ്ട്രക്ചർ
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാഷണൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓർ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ നാഷണൽ ലോസ്, മാർക്കറ്റ് റെഗുലേഷൻസ്, സെബി എക്സ്ചേഞ്ച് റൂൾസ്. സോ ബേസിക്കലി നമ്മളുടെ നാഷണൽ റെഗുലേഷൻസ്, ഓക്കെ, നാഷണൽ വൈസ് റെഗുലേഷൻസ്. ഇറ്റ്സ് ഓരോ രാജ്യത്തിനും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് റൂളാണെങ്കിൽ ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സെബിയുടെ റൂൾസ് ആയിരിക്കും. സെബി കേട്ടിട്ടുണ്ടാവും, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സോ അവരുടെ റൂൾ ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. വേറെ യു കെയിലാണെങ്കിൽ യു കെയുടെ റൂൾസ് ആയിരിക്കും. റൈറ്റ്. ദെൻ IFRS സ്റ്റാൻഡേർഡ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, നമ്മൾ ഫുള്ളായിട്ട് IFRS ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ IAS ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണ് IFRS സ്റ്റാൻഡേർഡ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ എന്തുണ്ട്, ഇന്ത്യക്ക് ആയിട്ടുള്ള റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇന്ത്യയിലുള്ള കമ്പനീസിന് ഇന്ത്യയിൽ ഒരുപാട് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് പോരെ, അല്ലെങ്കിൽ യു കെയിലുള്ള കമ്പനീസിന് യു കെയിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായ പോരെ. എന്തിനാണ് ഇന്റർനാഷണൽ റെഗുലേറ്ററി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണലി? സോ ഇന്റർനാഷണലി റെഗുലേറ്റഡ് സ്റ്റാൻഡേർഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു പ്രീവിയസ് 30 ഇയർ 40 ഇയർ ഓർ 50 ഇയർ പോലെയല്ല കറണ്ട് സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ഐ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ UK, US ഓർ അതർ ഷെയർ മാർക്കറ്റ്സ്, അല്ലെങ്കിൽ അതർ നാഷണലുള്ള ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പനീസിൽ, ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഗ്ലോബലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോൾ പോസിബിൾ ആണ് അല്ലേ, എല്ലാവർക്കും ചെയ്യാം. നമ്മുടെ കയ്യിലൊരു ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ബേസ്ഡ് ഓൺ അവർ നാഷണൽ റൂൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഓരോ കൺട്രീസും ഓരോ റൂൾസാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ബേസിക് എക്സാമ്പിൾ, നമ്മൾ UK ബേസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും, വൺ സൈഡ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ഓർ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡായിരിക്കും. 2 സൈഡോ 1 സൈഡോ എന്നുള്ളതല്ല മെയിൻ പ്രോബ്ലം വരുന്നത്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഡിഫറെൻറ്റ് ആയിരിക്കും. നമ്മൾ ഓരോ കൺട്രീസിനും ബേസ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആയി വരില്ല. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഹാർമണൈസേഷൻ വാസ് കൺസിഡേർഡ് നെസസിറ്റി ടു പ്രൊവൈഡ് കൺസിസ്റ്റന്റ് ആൻഡ് കമ്പാരബിൾ ഇൻഫർമേഷൻ ടു ഇൻക്രീസ് ഗ്ലോബൽ ഓഡിയൻസ്. നമ്മൾ ഇപ്പം ഞാൻ ഇന്ത്യയിലാണ്, എനിക്ക് UK ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡും UK ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കമ്പയർ ഇൻഫർമേഷൻസ് അല്ലേ. ഇപ്പോൾ മാരുതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ UK കമ്പനി ആയിട്ടുള്ള ജാഗ്വറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് എന്നൊക്കെ ഐ ക്യാൻ ഈസിലി കമ്പയർ, റൈറ്റ്. സോ ഹാർമണൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഇൻക്രീസ് ദി ലെവൽ ഓഫ് അഗ്രിമെന്റ് ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ് ബിറ്റ്വീൻ കൺട്രീസ്. സോ IFRS സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഏത് കൺട്രീസിന് വേണമെങ്കിലും ഇത് അഡോപ്റ്റ് ചെയ്യാം. സോ IFRS സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നോട്ട് എൻഫോഴ്സിബിൾ ഇൻ എനി കൺട്രി, ഒരു കൺട്രിയിലും എൻഫോഴ്സിബിൾ ഒന്നുമല്ല. പക്ഷെ എൻഫോഴ്സിബിൾ ആയിട്ട് വരും ഒരു കൺട്രി ഇത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ IFRS സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ ഇന്റർനാഷണൽ ഗ്ലോബൽ ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് നോ ഇന്റർനാഷണൽ അതോറിറ്റി. സോ നമുക്ക് നോക്കി കാണാൻ പറ്റും, ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യണം എന്നില്ല, IFRS സ്റ്റാൻഡേർഡ് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നില്ല. പക്ഷേ ഒരു കമ്പനിക്ക് തോന്നുകയാണ് നമുക്ക് ഗ്ലോബൽ ഓഡിയൻസ് ആണുള്ളത്, നമുക്ക് IFRS സ്റ്റാൻഡേർഡിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, IFRS സ്റ്റാൻഡേർഡ് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഇന്ത്യ IFRS സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിൽ വരുന്ന എല്ലാ കമ്പനീസും എന്ത് ചെയ്യേണ്ടി വരും, IFRS സ്റ്റാൻഡേർഡ് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഇതുവരെ IFRS അഡോപ്റ്റ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് IFRS അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ
ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഇപ്പോഴും ഇവിടെയുണ്ട്. ഐ തിങ്ക് ഇന്ത്യൻ ബേസ്ഡ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് നോളേജ്. ഓക്കെ, then structure of the international regulatory system. So IFRS ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ കീഴിൽ ഏതൊക്കെ ബോഡീസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ബേസിക് ആണ്. നമുക്ക് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. സോ ബേസിക്കലി നമുക്ക് എന്തുണ്ട്, IFRS ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ദെൻ IFRS ഫൗണ്ടേഷൻ്റെ മുകളിൽ മോണിറ്ററിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്, സോ മോണിറ്ററിംഗ് ബോർഡ് ഉണ്ട് ഓഫ് പബ്ലിക് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റീസ്. സോ പബ്ലിക് മാർക്കറ്റ് അതോറിറ്റീസ് ആണ് ആരുടെ അപ്പോയിൻറ്റ് ചെയ്യുക, IFRS ഫൗണ്ടേഷനെ അപ്പോയിൻറ്റ് ചെയ്യുക ആൻഡ് മോണിറ്റർ ചെയ്യുക. IFRS ഫൗണ്ടേഷൻ ആർക്ക് റിപ്പോർട്ട് കൊടുക്കും, മോണിറ്ററിംഗ് ബോർഡിന് റിപ്പോർട്ട് കൊടുക്കും, റൈറ്റ്. ദെൻ IFRS അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IASB നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. IFRS IC ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി ആൻഡ് അഡ്വൈസറി കമ്മിറ്റി. സോ IFRS ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്നതാണ് അഡ്വൈസറി കമ്മിറ്റി ആൻഡ് IASB, ദെൻ IFRS IC. സോ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ സ്ലൈഡിലേക്ക് ഒന്നും കൂടി വരാം. അതിന് മുന്നേ നമുക്ക് ഓരോ കമ്മിറ്റീസിനെയും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ IFRS ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IFRS ഫൗണ്ടേഷൻ ഇതാണ് IFRS ഫൗണ്ടേഷൻ, റൈറ്റ്. അപ്പോൾ IFRS ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് എ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് എൻഫോഴ്സബിൾ ഗ്ലോബലി അക്സെപ്റ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. IFRS ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് സെറ്റ് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് ആൾട്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുന്നത്, റൈറ്റ്. ദെൻ പ്രൊമോട്ട് ദി യൂസ് ആൻഡ് റിഗേറിയസ് അപ്ലിക്കേഷൻ ഓഫ് ദോ സ്റ്റാൻഡേർഡ്. നമ്മൾ ഓരോ കൺട്രീസുമായിട്ട് നമ്മൾ MOU സൈൻ ചെയ്യുന്നതൊക്കെ, വിച്ച് മീൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്, IFRSനെ പ്രൊമോട്ട് ചെയ്യുന്നതും IFRS ഫൗണ്ടേഷൻ ആണ്. ദെൻ ടു ടേക്ക് അക്കൗണ്ട് ഓഫ് ദി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നീഡ്സ് ഓഫ് എമർജിംഗ് എക്കോണമീസ് ആൻഡ് സ്മോൾ മീഡിയം സൈസ് എൻറ്റിറ്റീസ് അല്ലേ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, അക്കൗണ്ടിങ്ങിൻ്റെ നെസസിറ്റി അത് മനസ്സിലാക്കി കൊടുക്കുക, നീഡ്സ് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ bring about the convergence of national and international financial reporting standard. So international and national reporting standards inde convergence മാറ്റുക എന്നുള്ളത്. Then IASB നമ്മുടെ IFRS ഫൗണ്ടേഷന് കീഴിൽ വരുന്ന, so IASB, right here, International Accounting Standard Board. International Accounting Standard Board and International IFRS Interpretation Committee ആണ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്, റൈറ്റ്. ഇവരാണ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. സോ അവരുടെ IASBയുടെയും അതേപോലെ ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെയും അവരെന്തൊക്കെയാണ് അവരുടെ റോൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡിയാണെന്നുള്ള പറഞ്ഞു. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഓഫ് the foundation and members are responsible for development and publication of IFRS standards. So IASB ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇറ്റ്സ് പബ്ലിക്കേഷൻ. ദെൻ നമ്മളെ ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് വരുത്തും നമ്മളെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോഡി ആണ്. ഓക്കെ, ദെൻ upon the creation of the board also adopt all existing international accounting standards. So IASB എന്ന് പറയുന്ന ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും പഠിക്കാണ്ട്, അതുപോലെ IFRSും പഠിക്കാണ്ട്. IFRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ IFRS ആയിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോഴും നമ്മളുടെ ഇൻവെൻട്രിയുടെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടില്ല, അമെൻഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴും IS2 എന്നുള്ളതാണ് വരുന്നത്. സോ നമുക്ക് എന്തെങ്കിലും അമെൻഡ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ IFRS എന്ന് പറഞ്ഞിട്ട് ഇത് ചേഞ്ച് ആവും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ്, ഇപ്പോൾ നമ്മൾ കൊറോണ വന്ന സമയത്ത്
ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ നെസസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു പുതിയ IFRS സ്റ്റാൻഡേർഡ് ഉണ്ടാക്കും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ആർ റെപ്രസെൻറ്റ് ഓൺ ദി ബോർഡ്. IASBയിൽ എന്തുണ്ടാവും, എല്ലാ നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും IASൽ ഉണ്ടായിരിക്കും. ഓക്കെ. then IFRS IC, the IFRS IC reviews widespread accounting issues in the context of IFRS standard on the timely basis. So നമ്മൾ IASB പ്രിപ്പയർ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഇഷ്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത്. ആൻഡ് പ്രൊവൈഡ്സ് അതോറിറ്റേറ്റീവ് ഗൈഡൻസ് ഓൺ ദീസ് ഇഷ്യൂസ്. കണ്ടുപിടിച്ചിട്ടുള്ള ഇഷ്യൂസിന് എന്ത് ചെയ്യുക, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ മീറ്റിംഗ്സ് ആർ ഓപ്പൺ ടു പബ്ലിക്. IFRS AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വൈസറി കൗൺസിൽ അല്ലേ, നമ്മൾ നോക്കിയിട്ടുള്ളതിൽ അഡ്വൈസറി കൗൺസിൽ. IFRS ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IASB നമ്മൾ നോക്കി, IFRS IC നോക്കി, ഇനി നോക്കാൻ പോകുന്ന IFRS AC. സോ IFRS AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the council is the formal advisory body to the board and the foundation, advising the board on the agenda decisions and priorities in their work, and informating the board of the views of the council with regard to major standard setting projects, giving other advices to board or to the trustees. So ഞാൻ പറഞ്ഞു IFRS ഫൗണ്ടേഷൻ ആണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുക, അഡ്വൈസറി കൗൺസിലിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അഡ്വൈസറി കൗൺസിൽ എന്ത് ചെയ്യും, IFRS ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കും, ദെൻ ഇൻഫർമേഷൻസ് കൊടുക്കും. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അഡ്വൈസിങ് ദി ബോർഡ് ഓൺ ദി അജണ്ട ഡിസിഷൻസ് ആൻഡ് പ്രയോറിറ്റീസ് ഇൻ ദെയർ വർക്ക്, ആൻഡ് ഇൻഫർമേറ്റിംഗ് ദി ബോർഡ് ഓഫ് ദി വ്യൂസ് ഓഫ് കൗൺസിൽ വിത്ത് റിഗാർഡ് ടു മേജർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രൊജക്ട്സ്. നമ്മൾ മേജർ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് IFRS ACയുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ IFRS സ്റ്റാൻഡേർഡ്. നമ്മളൊരു IFRS സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഈ പ്രൊസീജിയേഴ്സ്, ദി ബോർഡ് ഐഡൻറ്റിഫൈസ് എ സബ്ജക്റ്റ്. നമ്മളെ IFRS ബോഡി എന്ത് ചെയ്യും, ഒരു സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, ആൻഡ് അപ്പോയിൻറ്റ് അഡ്വൈസറി കമ്മിറ്റി. ലെറ്റ്സ് സേ നമ്മളുടെ സ്റ്റാൻഡേർഡ് ബോഡി ഒരു ഇഷ്യൂ ഫൗണ്ട് ചെയ്യും, ദെൻ IFRS ഫൗണ്ടേഷൻ അറിയിക്കും. IFRS ഫൗണ്ടേഷൻ എന്ത് ചെയ്യും, അഡ്വൈസറി കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും, റൈറ്റ്, ടു അഡ്വൈസ് ഓൺ ദി ഇഷ്യൂസ്. ദെൻ ദി ബോർഡ് പബ്ലിഷസ് ഓൺ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഫോർ പബ്ലിക്. നമ്മളുടെ ബോർഡ് എന്ത് ചെയ്യും, IASB എക്സ്പോഷർ ഡ്രാഫ്റ്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ കമൻറ്റ് ചെയ്യാം. സോ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റ് എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യും. ആവശ്യമുള്ളതാണെങ്കിൽ എടുക്കും, ആവശ്യമില്ലാത്ത കമൻറ്റ്സ് ഒഴിവാക്കും. ദെൻ നെസസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരിക്കും. ദെൻ ബോർഡ് പബ്ലിഷ് ദി ഫൈനൽ ടെക്സ്റ്റ്. നമ്മളെ ഫൈനൽ സ്റ്റാൻഡേർഡ് ബോർഡ് പബ്ലിഷ് ചെയ്യും. ആൻഡ് in any stage the board may issue a discussion paper to encourage comment. And fifth point വരുന്നത്, the publication of IFRS standard exposure draft or interpretation committee requires oath. So ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ദി ബോർഡിന് നമ്മളെ IFRS സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഒരു ഡിസ്കഷൻ പേപ്പർ സെറ്റ് ചെയ്യാം, അമെൻമെൻറ്റ്സ് വേണമെങ്കിൽ പിന്നെയും കൊണ്ടുവരാം. അത് മാത്രമല്ല, ഒരു പബ്ലിക്കേഷൻ, ഒരു IFRS സ്റ്റാൻഡേർഡ് നമ്മൾ പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി വോട്ട് ചെയ്യണം. ലെറ്റ്സ് സേ ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. സോ IASB ഒരു സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, IFRS ICയിൽ വരുന്ന മെമ്പേഴ്സ് വോട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ? സോ ഇത്രയാണ് നമ്മളുടെ സ്ട്രക്ചറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ
ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് അത് നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു സിലബസിൽ നമ്മൾ പഠിക്കും. നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. റെഗുലേറ്ററി ബോഡി ആരാണ് എന്നുള്ളതൊക്കെ അല്ലേ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കമ്പനീസ് ഓണർ ആൻഡ് കൺട്രോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ ബേസിക്കലി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ടാറ്റ. ഓക്കെ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? പബ്ലിക് ഷെയർ മേടിച്ചിട്ടുണ്ടാവും. സോ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഓണേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക്കാണ്, റൈറ്റ്. ദെൻ കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ് അല്ലേ. ഓണേഴ്സ് വേറെയാണ്, കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ദെൻ ഡയറക്ടേഴ്സ് വേറെയാണ്. സോ ഓണേഴ്സും കമ്പനീനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരും വേറെയാണ് അല്ലേ, റൈറ്റ്. സോ എ കമ്പനി ഈസ് എ കോർപ്പറേറ്റ് ബോഡി that has registered in accordance with requirement of relevant national companies law, which means ഇപ്പോൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് ബോഡി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെലവൻറ്റ് നാഷണൽ ലോ. സോ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് 2030, യു കെയിൽ നോക്കുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 2006 അല്ലേ. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഒരു കമ്പനി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? ഷെയർസ് മേടിക്കാം അല്ലേ. ആൻഡ് എ കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മളുടെ ഓണേഴ്സ് വേറെയാണ്. ദെൻ ഓണേഴ്സ് മീൻസ് മെമ്പേഴ്സ്, റൈറ്റ്. നമ്മളുടെ കമ്പനി വേറെയാണ്, അതുപോലെ ഡയറക്ടേഴ്സ് വേറെയാണ്. ഇപ്പോൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. ദെൻ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പനി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടേഴ്സാണ് അല്ലേ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒബ്ജക്റ്റീവ്സ് സെയിം അല്ല. നമ്മളുടെ ഡയറക്ടേഴ്സിന് എന്തൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ corporate governance means the system by which companies are directed and controlled. കമ്പനി വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ is to monitor those parties within a company who control the resources and assets of the company. Okay, so കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മോണിറ്റർ ദോസ് പാർട്ടീസ് മീൻസ് നമ്മളുടെ ഡയറക്ടേഴ്സ് വിത്തിൻ എ കമ്പനീസ് ഹൂസ് കൺട്രോൾ ദി റിസോഴ്സസ് ആൻഡ് അസെറ്റ്സ് ഓഫ് ദി ഓണർ അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ABC ലിമിറ്റഡിൻ്റെ ഓണേഴ്സ് വേറെയാണ്, ഷെയർ ഹോൾഡേഴ്സാണ്. ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. സോ ബേസിക്കലി കമ്പനിയുടെ അസെറ്റ് എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ പൈസയാണ് അല്ലേ. ഓണേഴ്സ് കൊടുക്കുന്നതാണ് കമ്പനിയുടെ അസെറ്റായിട്ട് വരുന്നത്. കമ്പനിയുടെ അസെറ്റ് കൺട്രോൾ ചെയ്യുന്നവരെ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പർപ്പസ് വരുന്നത്. ഒബ്ജക്റ്റീവ് വരുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് ടു കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ക്രിയേറ്റിംഗ് ലോങ് ടേം ഷെയർ ഹോൾഡർ വാല്യൂ. സോ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഷെയർ ഹോൾഡറുടെ വാല്യൂ ലോങ് ടേമിലേക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ബൈ ഇംപ്രൂവിങ് കോർപ്പറേറ്റ് പെർഫോമൻസ്. ക്ലിയർ? സോ ഇതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. വളരെ ചെറിയൊരു ഏരിയ ആയിരുന്നു. ദെൻ നമുക്ക് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പർപ്പസ്, ഓക്കെ, മെയിൻ പർപ്പസും അതുപോലെ സപ്പോർട്ടിംഗ് പർപ്പസും. സോ മെയിൻ പർപ്പസാണ്, ദിസ് ഈസ് നോട്ട് സപ്പോർട്ടിംഗ് പർപ്പസ്. Let me, this is not supporting purpose, or this is the supporting purpose. So first purpose എന്ന് പറയുന്നത് ensure sustainable power to board of directors. കമ്പനിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, കമ്പനിയുടെ ഡയറക്റ്റ് ചെയ്യുക ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള പവർ ഇതാണ്.
എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ എൻഷുർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ റെമ്യൂണറേഷൻ ഫെയർലി. സോ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടാവും, അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കമ്പനിയുടെ എംപ്ലോയീസ് ആയിരിക്കും, ഓർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓഫ് അവർ കമ്പനി. അവർ ഒരു കോൺട്രാക്ട് ബേസിലൊക്കെ ആയിരിക്കും നമ്മളുടെ എൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവുക. സോ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മര്യാദക്ക് സാലറി ആണോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. ദെൻ മേക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിങ് ആൻഡ് മാനേജ് റിസ്ക്. നമ്മളുടെ ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം, റിസ്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ എൻഷുർ ദി എക്സ്റ്റേണൽ ഓഡിറ്റർ റിമെയിൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫ്രീ ഫ്രം ഇൻഫ്ലുവൻസ്. ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് വിച്ച് മീൻസ് കമ്പനീസ് ആക്ടിൽ എന്ത് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റർ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ ഉറപ്പുവരുത്തുക. Then address other issues like business ethics, social responsibilities, etc. Then supporting objective എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ദി കൺട്രോളേഴ്സ്. കൺട്രോൾ ദി കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആണ്, അല്ലെ, ഡയറക്ടേഴ്സ്. സോ ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക. ദെൻ ഇൻക്രീസ് ദി ലെവൽ ഓഫ് കോൺഫിഡൻസ് ആൻഡ് ട്രാൻസ്പാരൻസി. സോ ഡയറക്ടേഴ്സിനെ മര്യാദക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടും, അല്ലേ, അതുപോലെ ട്രാൻസ്പാരൻസിയും കൂടും. റൈറ്റ്, ഡയറക്ടേഴ്സ് ഫ്രോഡ്സോ കാര്യങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കെന്ത് വരും, ട്രാൻസ്പാരൻ്റ് ആകും. റൈറ്റ്. ദെൻ എൻഷുർ കമ്പനീസ് ഈസ് റൺ ഇൻ എ ലീഗൽ ആൻഡ് എത്തിക്കൽ മാനർ. സോ ലീഗൽ ആൻഡ് എത്തിക്കൽ മാനറിലാണോ കമ്പനി വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് ബിൽഡിംഗ് കൺട്രോൾ അറ്റ് ടോപ്പ്, വിച്ച് മീൻസ് ഒരു എൻറ്റിറ്റിയുടെ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഡയറക്ടേഴ്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ കൺട്രോൾ ചെയ്യുക, അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ നമ്മളുടെ സെക്ഷനിലൊക്കെ പറഞ്ഞ പോലെ നമ്മളുടെ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് സിമ്പിളാണ്, ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്. സോ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസ് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ്, ഡയറക്ടേഴ്സിന് ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് കെയർ ടു ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മളെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം, കമ്പനിയുടെ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. ദെൻ ഡ്യൂട്ടി ഓഫ് കെയർ ടു അവോയ്ഡ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ദോസ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ബേസിക്കലി ഫസ്റ്റ് വൺ, നമ്മൾ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കമ്പനി ലോങ് ടേമിലേക്ക് റൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും നല്ല ഡിസിഷൻസ് എടുക്കുക, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സെക്കൻഡ് കേസ് വരുന്നത്, ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു, എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ലാൻഡ് ഉണ്ട് എന്ന് വിചാരിക്കാം, ഒരു ലാൻഡ്. സോ ആ ലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഐ മീൻ നമ്മളുടെ എൻറ്റിറ്റിക്കും അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിക്കും ഒരു ലാൻഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ലാൻഡ് എൻ്റെ കയ്യിലുണ്ട്. സോ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ വരുന്നത് ഒരു 1 CR ആണ് എന്ന് വിചാരിക്കും, 1 crore. ഓക്കെ. സോ ഞാൻ തന്നെയാണ് കമ്പനിയുടെ ഡയറക്ടർ, അല്ലേ. അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാം. സോ ഞാൻ കമ്പനിയോട് പറഞ്ഞു, 2 CR കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് തരാം, എൻ്റെ ഈ ഒരു ലാൻഡ് നിങ്ങൾക്ക് തരാം. സോ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, നോട്ട് അവർ കമ്പനീസ് ഇൻട്രസ്റ്റ്, അല്ലേ. കമ്പനിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മൾ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ എന്ത് വന്നു, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. സോ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും വരാണ്ട് നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റീസ്, കോർപ്പറേറ്റ് ഗവർണൻസ് പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് സിമ്പിളാണ്, വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. Responsibility for establishing and maintaining an adequate system of internal controls which prevent and detect fraud. ഇപ്പോൾ ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൺട്രോൾ
ഇപ്പോൾ നമ്മൾക്ക് ഓരോ അസറ്റ്സ് ഉണ്ടാവും അല്ലേ, ഓരോ അസറ്റ്സും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഫ്രോഡ് വരാണ്ടിരിക്കാൻ, എറർ വരാണ്ടിരിക്കാനുള്ള മാക്സിമം ഇന്റേണൽ കൺട്രോൾ വരിക. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ എൻറ്റിറ്റിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് വിചാരിക്കുക, ക്യാഷ്. സോ ആ ക്യാഷ് മിസ്യൂസ് ആവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഉള്ള ഇന്റേണൽ കൺട്രോൾസ് കൊണ്ടുവരിക. എന്തായിരിക്കും നമുക്ക് ക്യാഷിന് കൊണ്ടുവരാൻ പറ്റുന്ന കൺട്രോൾ? പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നവർ അതിൻ്റെ റിസീപ്റ്റ് ആൻഡ് ക്യാഷ് കളക്ഷനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു സ്റ്റോറേജിൽ കീപ്പ് ചെയ്യുക, ലോക്കറിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെയാണ് നമുക്ക് അതിനോട് കൊണ്ടുവരാൻ പറ്റുന്ന ഇന്റേണൽ കൺട്രോൾ. ഇതേപോലെ ഒരുപാട് ഇന്റേണൽ കൺട്രോൾസ് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ദാറ്റ് പ്രൊവൈഡ് എ ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വിച്ച് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് അല്ലേ. റെസ്പോൺസിബിലിറ്റി ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. നമ്മളുടെ മുന്നത്തെ സെക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് റെലവൻറ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് IFRS സ്റ്റാൻഡേർഡ്, ദെൻ റെസ്പോൺസിബിലിറ്റി ടു അപ്രൂവ് ദി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അത് നമ്മളെ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യും. സോ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും. ഈ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? അപ്രൂവ് ചെയ്യുക. സോ അതാണ് നമ്മളുടെ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഫുള്ളായിട്ട് തിയറിയാണ്. ഐ മീൻ ജനറൽ തിയറിയാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടൊന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ കാര്യങ്ങളെ പറയുന്നുള്ളൂ. സോ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായി, ബിക്കോസ് നമ്മുടെ F7 സെക്ഷൻ കറൻ്റ്ലി റണ്ണിങ് ആണ്, ഡിസംബർ സെക്ഷനിലേക്കുള്ള, ഡിസംബർ എക്സാമിലേക്കുള്ള. സോ അതാണ് ഒരു ഇഷ്യൂ വരുന്നത്. ദെൻ ഐ ഹാവ് കമ്മിറ്റഡ് വിത്ത് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, അതർ ആക്ടിവിറ്റീസ്. സോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. പാർഡൺ മീ ഫോർ ദാറ്റ്. ആൻഡ് നമ്മളുടെ ചാനൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരുള്ളൂ. സോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.